സോ നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ആണല്ലേ. ഇപ്പോൾ ABC അനാലിസിസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് യൂസേജ് വന്നു. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻവെൻട്രി, ബഫർ സ്റ്റോക്ക് അഥവാ സേഫ്റ്റി സ്റ്റോക്ക്, ആൻറ്റിസിപ്പേറ്ററി, ഡീകപ്ലിംഗ്, പൈപ്പ് ലൈൻ, കൺജഷൻ, സൈക്കിൾ ഇൻവെൻട്രി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതേപോലെ ബേസിക് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, സെമി ഫിനിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ. അപ്പോൾ ദെൻ അഗെയിൻ JIT എന്ന് പറഞ്ഞൊരു മോഡേൺ ഇൻവെൻട്രി ടെക്നിക്കും കൂടെ പഠിച്ചു. കൈസൻ, കാൻബാൻ എന്നൊക്കെ ഉള്ളൊരു ടേംസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൈറ്റ്. പിന്നെ നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലേ, എന്താ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുവാണ്. ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണല്ലേ. നമ്മളിപ്പോൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നാളേക്കുള്ള വെതർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അല്ലേ. സിമിലർലി ഭാവിയിലെ പ്രൊഡക്ഷൻ എത്രത്തോളം നമുക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിർണ്ണയിക്കണം, ദറ്റ് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അത് നമ്മൾ മുന്നേ നടന്ന പല ഡാറ്റാസ് വെച്ചിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് റിസർച്ച് സ്റ്റഡി നടത്താം അല്ലേ. ഇപ്പോൾ പർട്ടിക്കുലർലി ഒരു കമ്പനി പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സാമ്പിളിങ് അല്ലെങ്കിൽ സർവേ പോലെ എടുക്കാം. എന്തൊക്കെയാണ് അവരുടെ ആവശ്യം എന്നുള്ളത് നമുക്കൊരു റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കി എത്രത്തോളം അത് വിറ്റ് പോകും എന്നുള്ളത് അല്ലേ, അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. സിമിലർലി ഓൾറെഡി ഈ ഫീൽഡിൽ നിൽക്കുന്ന പല കമ്പനീസിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ കേസാണെങ്കിൽ നമുക്ക് കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സ് അല്ലേ, അങ്ങനത്തെ പല ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ സിമിലർലി അവരുടെയൊക്കെ ഒരു ഡാറ്റാസ് ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒപ്പീനിയൻ സ്വീകരിക്കാം. സിമിലർലി ഈ ഒരു ഫീൽഡിൽ നിന്ന് വിജയിച്ച പല എക്സ്പേർട്ട് പാനൽസിൽ നിന്ന് നമുക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അതേപോലെ ഈ മാർക്കറ്റിംഗ് അല്ലേ, മാർക്കറ്റിംഗ് ടീംസ് നമുക്കറിയാം, അവരാണ് ആക്ച്വലി ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്നത് ഫോർ ദ കമ്പനിയും ആൻഡ് ദ കസ്റ്റമറുടെ ഇടയിൽ. അവരാണ് ആക്ച്വലി കൂടുതലും കസ്റ്റമേഴ്സിനെ അടുത്തറിയുന്നത്, സെയിൽസൊക്കെ. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് ഒപ്പീനിയൻസ് സ്വീകരിക്കാം. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അതിൽ തന്നെ നമുക്കൊരു പിരമിഡ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ലിച്ചി അല്ലെങ്കിൽ നമ്മുടെ ബി നാച്ചുറലിൻ്റെ ഒരു ഫ്രൂട്ട് ജ്യൂസ് എടുത്തോ, അതിൽ തന്നെ ബി നാച്ചുറൽ അതൊരു കമ്പനിയാണ്, അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഫ്രൂട്ട് ജ്യൂസസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് പല ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്ക് അടുത്ത കസ്റ്റമൈസേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ആ ഒരു പിരമിഡ് സ്ട്രക്ചർ അനുസരിച്ച് ടോപ്പ്, ബോട്ടം, എന്താ മിഡിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെയാണ് ഈ മാർക്കറ്റ് റിസർച്ച് കാര്യങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയും. സിമിലർലി ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പേരിൽ തന്നെയുണ്ട് എന്തൊക്കെയോ ന്യൂമറിക്കൽസ് കയറി വരുന്നുണ്ടല്ലേ. ഒന്നെങ്കിൽ നമുക്ക് നെയിം ടെക്നിക്ക് ഉപയോഗിക്കാം, നെയിം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ നെയിം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നെയിം എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, തൊട്ട് മുമ്പത്തെ ഇയർലിയോ അല്ലെങ്കിൽ മന്തിലെയോ എന്താണോ ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഇത്രയായിരുന്നു സെയിൽസ് എന്നുണ്ട് കഴിഞ്ഞ മന്ത് എന്നുണ്ടെങ്കിൽ അത് ഏകദേശം അത്ര തന്നെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ടുള്ള മന്തിലോട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്ന അഥവാ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നെയിം ടെക്നിക്ക് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളുടെ പല ആവറേജസ് എടുക്കാം. അപ്പോൾ 3 മാസത്തെ ആവറേജസ് ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ മീൻ നോക്കിയിട്ട് നമുക്ക് മെത്തേഡ്സ് എടുക്കാം. അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഇങ്ങനത്തെ പല ഡാറ്റാസും അല്ലെങ്കിൽ ഒരു ഊഹങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതിനാണ് ആക്ച്വലി നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ആക്റ്റീവ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പല ഗോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഈ ഷോർട്ട് ടേം ഗോൾസ് കൈവരിച്ചു കഴിഞ്ഞാലാണ് ഈ ലോങ് ടേം ഗോൾസിലോട്ട് പോകുന്നത് അല്ലേ. ഇപ്പം നമുക്ക് പഠിക്കണം, ജോലി കിട്ടണം, സെറ്റിൽ ആവണം, വീട് വാങ്ങണം, അതൊക്കെ ഓരോരോ ഘട്ടത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് പോകേണ്ട ഗോൾസാണ്. അപ്പോൾ ഇതെല്ലാം അഫ്കോഴ്സ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് എൻഡിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇത്ര ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഇന്നാണ് എൻ്റെ ഗോള് ഇതായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. സിമിലർലി ഓരോ കമ്പനിക്കും ഉണ്ടാവും. അപ്പോൾ അവർ പലപ്പോഴും ഒരു കൊല്ലത്തേക്കൊക്കെ അല്ലെങ്കിൽ ഇത്ര നാളത്തേക്കൊക്കെ ഉള്ള ഒരു ടാർഗറ്റ് ഇട്ടിട്ടായിരിക്കാം മേ ബി ആ ഒരു എന്താ പറയുക ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ആക്റ്റീവ് എന്താ പറയുക അഥവാ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് നിർത്താം. അതേപോലെ മുന്നോട്ട് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതേപോലെ അടുത്ത രീതിയിലോട്ട് വളരണം, ഗ്രോത്ത് നേടണം, എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരിക്കും അവരുടെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ വരുന്നത്.